അഫോർഡബിൾ ബഡ്ജറ്റിൽ നഴ്സിംഗും പാരാമെഡിക്കലും പറ്റുന്ന ഒരു കോളേജ് നമുക്ക് കാണിച്ചു കൊടുത്താലോ കുട്ടികൾ? അതെ അതെ, നമ്മളിപ്പോൾ അങ്ങനെ ഒരു കോളേജിലാണുള്ളത്. ആദ്യം കോളേജിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഇവർക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞുതരാം. ഇവർക്ക് സ്വന്തമായിട്ടൊരു 250 ബെഡഡ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ അടിപൊളിയാണെന്ന് പറയുന്നത്. ഇനി ഇവരുടെ അപ്രൂവൽ നോക്കിക്കഴിഞ്ഞാൽ INCയുടെയും KNCയുടെയും അപ്രൂവൽ ഇവർക്കുണ്ട്. പിന്നെ കോളേജിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മൈസൂർ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സ് ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. മൈസൂർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് കേരളത്തിൽ നിന്ന് എല്ലാവർക്കും ട്രാവലിംഗ് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലം തന്നെയാണ് മൈസൂർ എന്ന് പറയുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാടൊക്കെ ഉള്ളവർക്ക്. അതെ, അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വരുന്നത് വെച്ചാൽ KVC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെയുള്ള കോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ BSc നഴ്സിംഗ് ഉണ്ട്, BSc MIT ഉണ്ട്, അതുപോലെ തന്നെ MLT ഉണ്ട്, BSc OT and AT ഉണ്ട്. അപ്പോൾ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അഫോർഡബിൾ കോളേജാണിത്. അപ്പോൾ കോളേജിനെ പറ്റിയുള്ള ഇത്രയും വിശേഷങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഇനി ഇത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നതാണോ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കോളേജസും റിവ്യൂ ചെയ്യുന്ന കണക്ക് ഇവരുടെ ലാബും ലൈബ്രറിയും ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റിയും സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കോളേജിനകത്തേക്ക് പോവാം. ഇവരെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നതെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് ഇവരുടെ ഓഫീസും അതുപോലെ തന്നെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഇവിടെ അണ്ടർഗ്രൗണ്ടിലാണ് ഇവരുടെ ലൈബ്രറി ഫെസിലിറ്റീസ് ഉള്ളത്, അലൈഡ് കോഴ്സിൻ്റെ അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ. സോ നമുക്ക് ലൈബ്രറി പോയി നോക്കിയിട്ട് വരാം. സോ ഇത് ഇവരുടെ ലൈബ്രറിയാണ്. BSc നഴ്സിംഗും അതുപോലെ തന്നെ അലൈഡ് കോഴ്സുകൾക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈബ്രറിയാണ്. അറൌണ്ട് 2000+ ബുക്സ് ആണ് ഇവിടെ ഈ കുട്ടികൾക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലൈബ്രറി, അതുപോലെ കുട്ടികൾക്ക് സ്റ്റഡി ഏരിയ, റീഡിംഗ് ഏരിയ, പിന്നെ ആ ഒരു സൈഡിലായിട്ട് ഡിജിറ്റൽ ലൈബ്രറി അവൈലബിൾ ആണ്. ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കായിട്ട് സിസ്റ്റംസും കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് PPT കാര്യങ്ങളൊക്കെ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാബ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ സിസ്റ്റംസ് യൂസ് ചെയ്യാം, അവിടെ ഇരുന്ന് റീഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ റിസർച്ചും കാര്യങ്ങളും കുട്ടികൾ ഒരുമിച്ച് നിന്ന് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഡിജിറ്റൽ ലൈബ്രറി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ലാബും അതുപോലെ കുറച്ച് ക്ലാസ് റൂംസും കാര്യങ്ങളും. നമുക്ക് അതുകൂടെ നോക്കാം. ക്ലാസ് റൂം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡെസ്കും ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേണ്ട ഫാൻ ഫെസിലിറ്റി, CCTV സർവൈലൻസാണ് ക്ലാസ് റൂം വരുന്നത്. ഇതിപ്പോൾ ഇവരുടെ കറണ്ട് ക്ലാസ് റൂമാണ്. പക്ഷേ വരുന്ന ഇയറിൽ, അതായത് ഈ വീഡിയോ കണ്ടിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ വരുന്ന ഇയറിലേക്ക് പുതിയ ക്ലാസ് റൂംസും ഫെസിലിറ്റീസാണ് വരുന്നത്. കാര്യം ഇവർക്കിപ്പോൾ ക്രൗഡ് കൂടുന്നതനുസരിച്ച് ഇവരുടെ ബിൽഡിംഗ് ഫെസിലിറ്റി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ക്ലാസ് റൂംസും കാര്യങ്ങളും ആണ് ഇനി നെക്സ്റ്റ് ക്യാമ്പസിൽ വരുന്നത്. ഇതാണ് ഇവിടുത്തെ നഴ്സിംഗിൻ്റെ ക്ലാസ് റൂം വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാസ് റൂം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ക്ലാസ് റൂം പോലെ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ബെഞ്ചും അതുപോലെ തന്നെ നല്ല കാറ്റ് കിട്ടുന്ന എയർ സർക്കുലേഷനും ഒക്കെ ഉള്ള രീതിയിലുള്ള ക്ലാസ് റൂമാണ്. പിന്നെ ഇവിടെ എല്ലാ ക്ലാസ് റൂമിലും ഇവർക്ക് പ്രൊജക്ടർ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ക്ലാസ് റൂമിൽ. ഇത് ഇവരുടെ ഫൗണ്ടേഷൻ ലാബാണ്, അതായത് ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ലാബാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള അപ്പാരറ്റസ് ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ട്രേ, അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ സെറ്റുകൾ, സ്റ്റെതസ്കോപ്പുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കുറച്ച് കുട്ടികൾക്ക് ഡെമോ കൊടുക്കാനായിട്ട്, അതായത് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പോകുമ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവർ കാണാൻ പോകുന്നത്. സോ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് പുതിയതായിട്ട് കണ്ട് ഞെട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഫൗണ്ടേഷൻ ലാബ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് പോലെ ബെഡും അതുപോലെ തന്നെ ടൈഫോയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വാർഡ്രോബിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇല്ലാത്ത കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പം നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ നമ്മളൊരു ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് കാണുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് ഈ ഫൗണ്ടേഷൻ ലാബിൽ കാണാൻ കഴിയുന്നത്. ഇത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലാബാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹോസ്പിറ്റലിൽ പോകാനുള്ള കുട്ടികൾക്കായിട്ടുള്ള കിറ്റും കാര്യങ്ങളും കുട്ടികൾ ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ പ്രൊജക്ട്സുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫിസിയോളജി ലാബ് വരുന്നത്. ഫിസിയോളജി ലാബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനായിട്ടുള്ള അതുപോലെ സിലിണ്ടേഴ്സ്, ബീക്കേഴ്സ്, അതിനുള്ള അപ്പാരറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിവിടെ ക്ലിയർ ആയിട്ട് ഓരോ മാർക്കിംഗ് കൊടുത്ത് മെൻഷൻ ചെയ്ത് അപ്പാരറ്റസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് എ ഏരിയ ഫോർ ന്യൂട്രീഷൻ ലാബ്. ന്യൂട്രീഷൻ ലാബിനുള്ള ഏരിയ ആണ്. അതും ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള യൂട്ടൻസിൽസും കാര്യങ്ങളൊക്കെ ഇവിടെയും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ അനാറ്റമി ലാബ്. നമുക്ക് വാർഡ്രോബിൽ നമ്മൾ പുറത്തോട്ട് എടുത്തില്ല, പക്ഷേ വാർഡ്രോബിൽ ഒരുപാട് മോഡൽസും കാര്യങ്ങളും അടിയിലായിട്ട് നമുക്ക് ഒറിജിനൽ ബോൺസ് ഒക്കെ കാണാം. പിന്നെ അതുപോലെ നമ്മൾ പോകുമ്പോൾ കുട്ടികൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊജക്ട്സ് വർക്ക്സും അതുപോലെ തന്നെ സ്കെലിറ്റൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഹലോ, പേര് പറയോ? അൽത്താഫ്. സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്. ആയിരനെന്താ? കണ്ണൂർ. ധന്യ ട്രിവാൻഡ്രം. അഖിൽ ഗൂഡല്ലൂർ. ഗുഡല്ലൂർ. ഓക്കെ. അപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയേഴ്സ് ആണ്?
ഓക്കെ, എങ്ങനെയുണ്ട് കോളേജ്? എങ്ങനെയുണ്ട് കോളേജ്? പഠിത്തമൊക്കെ നല്ലോണം പോകുന്നുണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവൻസും കാര്യങ്ങളൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജ് കുറച്ച് കൺജസ്റ്റഡ് ആണ്. അത് അടുത്ത കൊല്ലത്തേക്ക് വേറെ ബിൽഡിംഗ് വരും, ഈ കാണുന്നതാണുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? സ്റ്റാഫും കാര്യങ്ങളൊക്കെ നല്ല ഫാക്കൽറ്റീസ് ആണ്, നല്ല ക്ലാസ്സസ് ഒക്കെ നല്ലതായിട്ട് മനസ്സിലാവാറുണ്ട്. ഓക്കെ, മനസ്സിലാവാറുണ്ട്. പിന്നെ അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി, ഗേൾസിന് നിങ്ങൾ രണ്ടുപേരും ബോയ്സും ഹോസ്റ്റലിലാണോ? ബോയ്സും ഹോസ്റ്റലിലാണ്. ഓക്കെ, അപ്പം ആദ്യം ബോയ്സിന്റെ പറ, എങ്ങനെയുണ്ട് ബോയ്സിന് ഫുൾ ടൈം വാർഡൻ ഉണ്ടാവും. വാർഡൻ ഉണ്ടാവും. അതല്ല, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് റൂമിൽ ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് ആയിട്ടാണ്. 3 റൂം ഒരു ഫ്ലാറ്റിൽ വരും, 12 ആൾ വെച്ചിട്ട് ഒരു ഫ്ലാറ്റിൽ. 2 റെസ്റ്റ് റൂം അല്ലല്ല കൺസിഡർ ഓക്കെയാണ്. 2 റെസ്റ്റ് റൂം ഉണ്ടാവും, വാർഡനും കാര്യങ്ങളും ഫുൾ CCTV ഫുട്ടേജ് എല്ലാം കാര്യങ്ങളും ക്ലീൻ ആയിട്ട് പ്രോപ്പർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗേൾസിനും അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറച്ചുകൂടി ഹോസ്റ്റലിനെക്കാട്ടി കുറച്ചുകൂടി നല്ലതാണ്. നിങ്ങൾക്ക് ഹോളും കാര്യങ്ങളൊക്കെ, കിച്ചൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് കുക്കിങ്ങും പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് കേരള മാനേജ്മെന്റ് ആണ്, മാനേജ്മെന്റ് ആണ്. നോൺ വെജും ഉണ്ട്, അല്ലാതെ വെജും ഉണ്ട്. നിങ്ങൾ ഫുഡിൽ സാറ്റിസ്ഫൈഡ് ആണ്? സാധാരണ കുട്ടികൾ ഫുഡാണ് ആദ്യം പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ഫുഡാണ്. നല്ല ഫുഡാണ്. ആഴ്ചയിൽ 3 ദിവസം മുതൽ നമ്മൾ ചിക്കനും പിന്നെ എഗ്ഗും ഓംപ്ലേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം സാധാരണ നമ്മൾ പോകുമ്പോൾ ബാംഗ്ലൂർ ഞങ്ങൾ കേട്ടത് ആഴ്ച ഫുള്ള് വെജായിരിക്കും, ഒന്നും നോൺ വെജ് തരില്ല എന്ന് കേട്ടത്. പക്ഷെ നിങ്ങൾ ഫുഡിൽ ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? സ്പോർട്സും അതർ ആക്ടിവിറ്റീസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ നിങ്ങൾ കോളേജിൽ എഡ്യൂക്കേഷൻ വൈസ് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. ഹലോ. ഹലോ, ഓരോരുത്തരുടെ പേര് സ്ഥലവും അറിയോ? ആമിന, ട്രിവാൻഡ്രം പാറശാല. ഓക്കെ, സോന സെക്യൂർ ഗുഡലൂർ, നന്ദന വയനാട്. വയനാട്. ഓക്കെ, നിങ്ങൾ എല്ലാവരും വലൈറ്റിൽ MIT അല്ലേ? MLT ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ? സെക്കൻഡ് ഇയേഴ്സ്. എങ്ങനെയുണ്ട് കോളേജ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സുഖമാണ്. സുഖമാണ്. എന്ന് വെച്ചാൽ കോളേജിൽ ക്ലാസ് എങ്ങനെയുണ്ട്? എഡ്യൂക്കേഷൻ വൈസ് ക്ലാസ്? എഡ്യൂക്കേഷനൊക്കെ നല്ലതാണ്. ടീച്ചേഴ്സ് ഒക്കെ നല്ല വെൽ ക്വാളിഫൈഡ് ആണ്, നല്ലതായിട്ട് ഇനഫ് നമ്പർ ഓഫ് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഓക്കെ, ഹോസ്റ്റലാണോ അതോ PG-ലാണോ? ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? നല്ല എൻവയോൺമെന്റ് ആണ്, സേഫ് ആണ്. നമുക്ക് ഫുഡ് ആണെങ്കിലും കറക്റ്റ് ടൈമിന്. ഓക്കെ, ഫുഡ് ഞങ്ങൾ മലയാളി മാനേജ്മെന്റ് ആയതുകൊണ്ട് ഫുഡ് മലയാളി ഫുഡാണെന്ന് പറഞ്ഞാൽ നല്ലതാണ്. നല്ല ഫുഡാണ്. നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണോ? നമുക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത് സെൽഫ് കുക്കിങ്ങും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഉണ്ട്. സേഫ്റ്റി കൺസേൺസ് ഒന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കൾച്ചറൽ ഇവന്റ്സ് എങ്ങനെയുണ്ട് കോളേജിൽ? കുറേ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുന്നുണ്ട്, സ്പോർട്സും കൾച്ചറൽ ആർട്സ് ഒക്കെ ഉണ്ടാവും, ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഉണ്ടാവും. നല്ലതായിരുന്നു പരിപാടികളൊക്കെ. ഓക്കെ, നിങ്ങൾ ഓവറോൾ കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കേടാ, താങ്ക് യു.